ഹായ് കൂട്ടുകാരെ, സീസൺ 6 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ജിൻഡോയാണ്. എനിക്ക് മാത്രമല്ല, പ്രേക്ഷകരിൽ കൂടുതൽ ഭാഗവും ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് വീക്ക് മുതൽ ഇപ്പോൾ 75 ഡേയ്സായി. ഇത്രയും നാളും ആണെങ്കിലും വോട്ടിങ്ങിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ജിൻഡോ അവിടെ ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗെയിം സ്ട്രാറ്റജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയും ദിവസത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് കൂടി കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരാൾ ജിൻഡോയാണ്. വേറെ ആൾക്കാരുണ്ട്, പക്ഷേ എടുത്തു പറയേണ്ട ഒരാൾ ജിൻഡോയാണ്. ഫസ്റ്റ് വീക്ക് മുതൽ ഇപ്പോൾ വരെ തന്നെ നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ. പക്ഷേ ഈ ഇടയായിട്ട് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് കിട്ടുന്നത്. ഒരു 2 വീക്സായി കാണും. അതുവരെ ഒരു 60 ഡേയ്സൊക്കെ കണ്ടൊരു ജിൻഡോയെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഗെയിമിലാണെങ്കിലും ആൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷീണം. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും ലാലേട്ടൻ എന്തിനോ വഴക്ക് പറയുന്നതും ഒക്കെ ഉണ്ട്. ജാസ്മിനോട് സോറി പറയുന്നു. എത്ര പ്രാവശ്യമാണ് സോറി പറഞ്ഞതെന്നറിയാം. പിന്നെ ജിൻഡോനെ കണ്ടാൽ തന്നെ അറിയാം, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ കാലുവേദനയ്ക്കുള്ള ഗുളിക കഴിക്കണ്ടോ എന്നൊക്കെ ലാലേട്ടൻ എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട്. കാലുവേദനയ്ക്കുള്ള ഗുളിക കഴിച്ചാൽ ഇത്രയും ക്ഷീണം ഒരു മനുഷ്യന് തോന്നാൻ സാധ്യത കുറവാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളതറിയില്ല. അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ജിൻഡോനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്നിപ്പോൾ അൻസിബ ഔട്ടാവുന്നുണ്ട്. അൻസിബയാണെങ്കിലും ഈ വീക്ക് പോകേണ്ട ആളല്ല. 1-2 വീക്കും കൂടിയൊക്കെ അവിടെ ഉള്ളവരെ അപേക്ഷിച്ച്, ശ്രീധുവിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അൻസിബ പിന്നെയും എന്തെങ്കിലുമൊക്കെ അവിടെ പറയുന്നു ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം കൊണ്ട് ജിൻഡോ പുറത്തായി എന്നുള്ളൊരു അറിയിപ്പൊക്കെ കിട്ടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ ഭയങ്കര ഇപ്പോൾ കാലുവേദന, ക്ഷീണം, മരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ജാസ്മിനാണെങ്കിലും ഇന്നലെ പറഞ്ഞു, വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറയുകയുണ്ടായി. അപ്പം ജിൻഡോനെ ഇങ്ങനെ ഒരു താഴ്ത്തി കിട്ടുന്ന ഒരു ഇതാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ജിൻഡോനെ നമുക്കവിടെ കാണാൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ജിൻഡോ ചെയ്യുന്നതോ പറയുന്നതോ ഒന്നും എപ്പിസോഡിൽ ലൈവ് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ജിൻഡോ ചെയ്യുന്നതോ അല്ലെങ്കിൽ പറയുന്നതൊക്കെ കാണുമായിരിക്കും. പക്ഷേ എപ്പിസോഡിൽ വരുമ്പോൾ അധികമൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജിൻഡോ പെട്ടെന്ന് പുറത്താവാതിരിക്കാൻ എല്ലാവരും ജിൻഡോയുടെ കൂടെ